എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ ദൈവവചന പഠനത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്ലസ്സഡ് ആർ ദ മീക്ക്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവിടെ ബ്ലസ്സഡ് ആർ ദ മീക്ക് ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്, അവർ ഭൂമിയെ കൈവശമാക്കും. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ഓരോ വാക്ക് വായിക്കുമ്പോഴും നേരെ വിപരീതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നോർമലി ലോകം പറയുന്നതിന് നേരെ വിപരീതമാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്ന്. നമ്മൾ ചിന്തിക്കുന്നത് അഗ്രസീവായിട്ടുള്ള ആളുകൾ, വളരെ ഫോഴ്സ് ഉപയോഗിക്കുന്നവരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഭൂമിയെ കൈവശമാക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞു അവരല്ല ഭൂമിയെ കൈവശമാക്കുന്നത്. ആരാണ് കൈവശമാക്കുന്നത്? സൗമ്യതയുള്ളവരാണ്. ഭൂമിയെ കൈവശമാക്കിയവരൊക്കെ അത് കൈവശം ആക്കിയത് ഫോഴ്സ് ഉപയോഗിച്ചാണ്. ഒത്തിരി ആളുകൾ ഭൂമിയെ കൈവശമാക്കിയെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കൈവശമാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവരുടെ കയ്യിൽ നിന്ന് പോകുകയാണ്. പക്ഷെ യേശു പറഞ്ഞ ഈ ഒരു ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് ദിവസങ്ങളിലേക്ക് അവരുടെ കയ്യിൽ വരുന്നതല്ല. ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്ത ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടേക്ക് ദ കേസ് ഓഫ് അലക്സാണ്ടർ. നമ്മളറിയാവുന്നതിനകത്ത് ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ഒരിക്കൽ കടൽത്തീരത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്. പിന്നെ ആരോ പറഞ്ഞതായിരിക്കും. എന്നാലും അതിന്റെ സ്റ്റോറി ഇങ്ങനെയാണ്: അല്ലയോ മഹാസമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന്. അദ്ദേഹം അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള വിഡ്ഢിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നാലും അതായിരുന്നു അലക്സാണ്ടറിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതായത് എല്ലാ രാജ്യങ്ങളെയും, എല്ലാ ലോകത്തെയും, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിയതായ ഒരു വ്യക്തി. എന്നാൽ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിയ ഈ അലക്സാണ്ടറെ കീഴടക്കിയതാരാണ്? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് വേറൊരു രാജാവൊന്നും അല്ല. ശരിക്കും അലക്സാണ്ടറെ കീഴടക്കിയത് ഒരു കൊതുകാണ്. കാരണം അദ്ദേഹം മലമ്പനി പിടിച്ചാണ് മരിക്കുന്നത്. മലമ്പനി പരത്തുന്നത് ആരാണ് നമുക്കറിയാം. ആരാണ്? കൊതുക്. അപ്പൊ സർവ്വലോകത്തെയും കീഴടക്കിയ അലക്സാണ്ടറെ കൊല്ലാനായിട്ട് കർത്താവിന് ഒരു ദൂതനെ പോലും അയക്കേണ്ടി വന്നില്ല. ഒരു കൊതുകിനെ അയച്ചാൽ മതിയായിരുന്നു, അല്ലേ? അത്രയേ ഉള്ളൂ. കയ്യൂക്കുകൊണ്ട് കാര്യങ്ങളെ, ലോകത്തെ കീഴടക്കുന്ന ആളുകളുടെ അവസ്ഥ. പക്ഷെ അലക്സാണ്ടർ ഹിംസെൽഫ് വാസ് എ ഫിലോസഫർ. സോക്രട്ടസിന്റെ ശിഷ്യനായിരുന്ന, അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ ഭൂമിയിൽ കൈവശമാക്കിയ ഒരു കാര്യവും കൊണ്ടുപോയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് തന്നെയല്ല, അത് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്ന സമയത്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടിരിക്കണം. കാര്യം എൻ്റെ തുറന്ന കൈകൾ കണ്ടിട്ട് ആളുകൾ മനസ്സിലാക്കണം അലക്സാണ്ടർ ലോകത്തെ മുഴുവൻ കീഴടക്കി, പക്ഷേ ഒന്നും അലക്സാണ്ടർ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആളുകളെ, അദ്ദേഹത്തിനെ അടക്കുന്നവര് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കൈകൾ പുറത്തേക്ക് ഇങ്ങനെ വിടർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കഥ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങളെ കീഴടക്കുന്നവർ ഒരിക്കലും ഭൂമിയെ അവകാശമാക്കുന്നില്ല. അവർ കീഴടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവകാശമാക്കുന്നില്ല. നെപ്പോളിയന്റെ കാര്യം നമുക്കറിയാം. നെപ്പോളിയൻ സെന്റ് ഹെലിന ദ്വീപിൽ അർബുദം പിടിപെട്ട് വേദന അനുഭവിച്ചാണ് മരിക്കുന്നത്, പരാജിതനായതിനു ശേഷം. അലക്സാണ്ടറെ കൊതുകാണ് കീഴ്പ്പെടുത്തിയെങ്കിൽ നെപ്പോളിയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹി വാസ് ഡിഫീറ്റഡ് ബൈ ആൻ ആർമി. അദ്ദേഹത്തെ നാട് കടത്തി. സെന്റ് ഹെലിന ദ്വീപിൽ അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് ഹി വാസ് അഫ്ലിക്റ്റഡ് വിത്ത് ക്യാൻസർ. ആ ക്യാൻസർ പിടിച്ച് വേദന എടുത്ത് പൊളഞ്ഞപ്പോൾ നെപ്പോളിയൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു ഫ്രേസ് ഇങ്ങനെയാണ്: നെബൂഖദ്നേസറും അലക്സാണ്ടറും ജൂലിയസ് സീസറും ഞാനും എല്ലാം വാൾ കൊണ്ട് ലോകം കീഴടക്കി, എന്നാൽ ഞങ്ങളുടെ ലോകം ഞങ്ങൾക്ക് അന്യമായി പോയി. നസറായനായ യേശു വാൾ ഉറയിലിടുവാൻ കൽപ്പിച്ചു. അവൻ രാജ്യങ്ങളെ കീഴടക്കിയത് വാൾ കൊണ്ടായിരുന്നില്ല, സ്നേഹം കൊണ്ടായിരുന്നു. അവന്റെ രാജ്യം അവസാനിച്ചില്ല. ഇന്നും എന്നും ജനകോടികൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ഹല്ലേലൂയ. ശരിക്കും വാൾ കൊണ്ട് കീഴടക്കിയവർക്കെല്ലാം, ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. പ്രത്യേകത എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? അവരിത് കൈവശമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ കീഴടക്കുകയാണ്, കൈവശമാക്കുകയല്ല, അവർ കീഴടക്കുകയാണ്. പക്ഷെ കീഴടക്കുമ്പോഴും അവരുടെ കീഴിലിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല.
എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ അതല്ല. അവൻ വാൾ ഉറയിലിടാൻ കൽപ്പിച്ചു. അവൻ ആളുകളെ കീഴടക്കിയെങ്കിൽ അത് വാൾ കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് അവന്റെ കീഴിൽ തന്നെ ഇരിക്കുവാൻ ജനകോടികൾ മത്സരിക്കുകയാണ്. യേശു എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയല്ല, ഞാൻ പിടിച്ചു കിടക്കുകയാണ്. ഇല്ലേ? ഓഫ്കോഴ്സ് എന്നെ അവൻ നിർത്തുന്നുള്ളത് ശരിയാണ്. ബട്ട് അവന്റെ രാജ്യത്വം എന്ന് പറയുന്നത് ഞാൻ ചൂസ് ചെയ്തതാണ്. അതാണ് യേശുവിന്റെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും രാജാവാണ് പ്രജകളെ തിരഞ്ഞെടുക്കുന്നത്. അതല്ലെങ്കിൽ ആരെ ഭരിക്കണമെന്ന പ്രജകളെ അവൻ ഉണ്ടാക്കുകയാണ്, കീഴടക്കുകയാണ്. എന്നാൽ ഇവിടെ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ യേശുവിനെ രാജാവാക്കുകയാണ്, അവനെ കർത്താവാക്കുകയാണ്. അവന്റെ കീഴിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ മത്സരിക്കുകയാണ്, എങ്ങനെയും അവനോട് പറ്റിപ്പിടിച്ച് കിടക്കാനായിട്ട്. അത് യേശു സ്വീകരിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടി യേശു ഉപയോഗിച്ച മാർഗം എന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലാതെ വാളല്ല. ഭൂമിയെ കീഴടക്കുന്നത് വാളല്ല, സൗമ്യതയാണ്. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ഭൂമിയെ എന്നല്ല, എന്തിനേയും ഏതിനേയും ആരെയും കൈവശമാക്കാൻ എന്തുമാത്രമേ പറ്റുള്ളൂ? സൗമ്യതയെ പറ്റുള്ളൂ. സൗമ്യത ഭൂമിയെ എന്നല്ല, സ്വന്തം ഭാര്യയെ കീഴടക്കണമെങ്കിലും എന്തുകൊണ്ടേ പറ്റുള്ളൂ? സൗമ്യത കൊണ്ടേ പറ്റുള്ളൂ. പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്, ഇല്ലേ? ഈ സൗമ്യത കൊണ്ട് കീഴടക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജനങ്ങളെ കീഴടക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടിച്ചൊതുക്കി മടക്കി ഒതുക്കാവുന്നല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കീഴടക്കാനുള്ള മാർഗം എന്താണ്? സൗമ്യത. നിങ്ങളുടെ ഭാര്യയെ കീഴടക്കാൻ, ഭർത്താവിനെ കീഴടക്കാൻ, നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയം കവരുവാൻ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണവിശേഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. എന്താണ്? മീക്ക്നെസ്. എന്നാൽ സൗമ്യത എന്ന് പറയുന്നത് സ്പൈൻലെസ്നെസ് ഒന്നുമല്ല, നട്ടല്ലില്ലായ്മയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൗമ്യത എന്ന് പറയുന്നത്? ചില ആളുകളുടെ ഒരു ചിന്തയുണ്ട്, സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൗനമായിരിക്കുന്നതാണെന്ന്. മൗനമായിരിക്കുന്നതല്ല. സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനമായിട്ട് പെതിയെ പെതിയെ നടക്കുക എന്ന് പറയുന്നതല്ല. സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ബ്രദറേ എന്ന് പറയുന്നതൊന്നുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിരുന്നു സൗമ്യത ഉണ്ടാക്കാൻ, ഇല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല സമയത്ത് ഇതൊക്കെയാണ് വലിയ സൗമ്യത. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഫ്രീ അല്ല. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അത് നമ്മൾ അനുഭവിക്കുന്നില്ല. കാര്യം എൻ്റെ ഹൃദയം തുറക്കാൻ പലപ്പോഴും എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ സൗമ്യത പലപ്പോഴും അഭിനയിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, സൗമ്യത എന്ന് പറയുന്നത് ശരിക്കും അഭിനയിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല. ഹ്യൂമിലിറ്റി എന്ന് നമ്മൾ പറയുന്ന ഇൻവേർഡ് ഡിസിപ്ലിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് ശരിക്കും ഹ്യൂമിലിറ്റി. ഇറ്റ് ഈസ് ടോട്ടലി ഇൻവേർഡ്. താഴ്മ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കണം. ഹ്യൂമിലിറ്റിയും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, താഴ്മ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹൈലി ഇൻവേർഡ് ക്വാളിറ്റിയാണ്. അല്ലാതെ താഴ്മ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല. താഴ്മ പുറത്ത് കാണിച്ചാൽ തെറ്റിപ്പോയി. നമ്മൾ പലപ്പോഴും കാണിക്കുന്നത് സൗമ്യതയല്ല, എന്താണ്? താഴ്മയാണ്. താഴ്മ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫോൾസ് ഹ്യൂമിലിറ്റിയാണ്. അതുകൊണ്ട് താഴ്മ പുറത്ത് കാണിക്കാനുള്ളതല്ല, സൗമ്യത പുറത്ത് വരുന്നതാണ്. പക്ഷെ എന്തിന്റെ എക്സ്പ്രഷനാണ്? ഹ്യൂമിലിറ്റി എന്ന എൻ്റെ ഇൻവേർഡ് ഡിസിപ്ലിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് എന്ത്? സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ല, മൗനമല്ല, ഭീതിയില്ലാതെ സംസാരിക്കുന്നതും. ഞാനതിനെ കുറിച്ച് എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഭീതിയില്ലാതെ സംസാരിക്കുന്നതും ഭീതിയില്ലാതെ മൗനമായിരിക്കുന്നതുമാണ് സൗമ്യത. സൗമ്യത എന്ന് പറയുന്നത് ഭീതിയില്ലായ്മയാണ്, ഭയമില്ലായ്മ. അവൻ സംസാരിക്കുന്നത് ഭയമില്ലാതെയാണ്, അവൻ സംസാരിക്കാതിരിക്കുന്നതും ഭയമില്ലാതെയാണ്. ഞാൻ പറഞ്ഞത് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും അതിൻ്റെ ആ ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ പറയാം. When we speak, most of the time we are forced to speak. എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് രണ്ട് വർത്തമാനം പറഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് സൗമ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പല സമയത്തും ഞാൻ സംസാരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, മിണ്ടാതെ ഇരിക്കേണ്ടതായ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചു പോകുന്നു? എനിക്കെന്തില്ല? സൗമ്യതയില്ല. സംസാരിക്കേണ്ടതായ ഒരു സാഹചര്യത്തിൽ ഞാൻ മൗനമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ എന്താണ്, എന്നെ ഭീതി അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ നട്ടല്ലില്ലാത്ത സ്റ്റേജ് അല്ല
പലപ്പോഴും നമ്മൾ മൗനമായിരിക്കുന്നത് നട്ടലില്ലാത്തതുകൊണ്ടാണ്. നട്ടലില്ല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ധൈര്യമില്ലായ്മ കൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല എന്ത് സൗമ്യത. സൗമ്യതയില്ലാത്തത് കൊണ്ട് സംസാരിക്കുന്നതുമല്ല. ധൈര്യമായി സംസാരിക്കുന്നതും ധൈര്യമായി മിണ്ടാതെ ഇരിക്കുന്നതുമാണ് എന്ത് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യനായ ഒരു വ്യക്തിയുടെ പ്രത്യേകത അവന് ഭീതിയില്ല എന്നുള്ളതാണ്. ഈസ് നോട്ട് ഫിയർഫുൾ. അവൻ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുകയും സംസാരിക്കരുതാത്തിടത്ത് സംസാരിക്കാതിരിക്കുകയും ചെയ്യും. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 3 അവിടെ എഴുതിയിരിക്കുന്നു, "Now the man Moses was very meek, more than all men that were on the face of the earth." മോശ എന്ന ഈ പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മോശ ഒരു സൗമ്യനായിരുന്നു. മോശ സൗമ്യനാണോ എന്ന് ചോദിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ പർവ്വതത്തിലായിരുന്നതായ സമയത്ത് താഴെ ജനക്കൂട്ടം ഗോൾഡൻ കാഫിനെ ഉണ്ടാക്കി ആരാധിക്കും നമ്മൾ കാണുന്നു. ഇത് അറിഞ്ഞ് അല്ലെങ്കിൽ ദൈവം അവനോട് സംസാരിച്ചതനുസരിച്ച് അവൻ ഇറങ്ങി വന്നു. അവൻ കൽപ്പലകളെ എറിഞ്ഞുടച്ച് കളഞ്ഞു. അവരുണ്ടാക്കിയതായ കാള വിഗ്രഹത്തെ ഇടിച്ച് പൊടിച്ച് അരച്ച് കലക്കി വെള്ളത്തിനകത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ മക്കളെ കൊണ്ട് കുളിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതൊക്കെ നോർമലി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എന്തോരും കാര്യമാണ് അവിടെ ചെയ്യുന്നത് എന്ന് തന്നെയല്ല. ലേവ്യരായ ആളുകളെ അല്ലെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവർ അവരെൻ്റെ അടുത്ത് മാറി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യരായ ആളുകൾ വന്നു, വാളെടുത്ത് കൊടുത്തു, കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട്. ഇവനാണോ സൗമ്യൻ? ഡു യു തിങ്ക് ദാറ്റ് ഹി ഈസ് മീക്ക്? പക്ഷെ ഇവിടെ പറഞ്ഞ മോശ എന്ന പുരുഷൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ഇവനെങ്ങനെ സൗമ്യനാകുന്നത്? ഈ പറയുന്ന വേദഭാഗത്ത് വാസ്തവത്തിൽ കാണുന്നതെന്നറിയാം. നമ്പേഴ്സ് ചാപ്റ്റർ 12 അവിടെ കാണുന്നത് ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുകയാണ്. കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ 2ാം ഭാര്യ ആരെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയാണെന്ന് ചിന്തയില്ല. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ശരിക്കും മിഡിയനൈറ്റ്സിനെ തന്നെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് കൂശ്യസ്ത്രീ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സിപ്പോറ എന്ന് പറയുന്ന മോശയുടെ ഭാര്യയുടെ കാര്യം തന്നെയാണ് ഇവിടുത്തെ വിഷയം. അതാകാനേ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മളിപ്പം ഇംഗ്ലണ്ടിൽ കുറേ നാളും താമസിച്ചിട്ട് ഒരുത്തി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നാത്തൂന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിലും പറയും അവൾ ഒരുത്തി വന്നിരിക്കുന്ന ഒരു മദാമ്മ എന്ന് പറയത്തില്ലേ? അപ്പം അവൾ മദാമ്മ ആയതുകൊണ്ടല്ല, പ്രത്യേകത എന്താണ്? ആ ദേശത്ത് താമസിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്നുള്ള നിലയിൽ എന്നതുപോലെ ഈ കുശായ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മിദ്യാന്യ മരുഭൂമികളിൽ ഇവരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. അവിടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മിദ്യാന്യരായ ആളുകളെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് കൂശ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സിപ്പോറായെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ വേറെ ആൾക്കാരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അപ്പോൾ മോസസ് സിപ്പോറായെ കൊണ്ടുവന്ന സമയത്ത് ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിപ്പോറായും മോസസും കൂടെ ഒരുമിച്ചാണ് ഈജിപ്തിലേക്ക് പോകാൻ സത്രത്തിൽ വരെ വന്നത്. പക്ഷെ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മോസസിനെ കൊല്ലാൻ യഹോവ വരികയാണ് അവിടെ കാണുന്നത്. ഇത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു, പലപ്പോഴും വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളും ആദ്യം വായിക്കുമ്പോൾ നമ്മൾ ആകെപ്പാടെ വരുന്നുണ്ടോ ഇതെന്തു ഈ കാണുന്നതെന്നുള്ളത്. എന്താണ് അവിടുത്തെ പ്രശ്നം? ശരിക്കും ദൈവം മോശയോട് പറയാണ്, എന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് നീ അങ്ങോട്ട് പോവുക, മിസ്രൈമിലേക്ക് പോവുക. ആ സ്റ്റോറി നമുക്കറിയാം. അങ്ങനെ പോകാനായിട്ട് മോശ പോകുമ്പോൾ കൂടെ ആരും പോകുകയാണ്? സിപ്പോറയും പോകുകയാണ്. എന്തുകൊണ്ട്? അവൾക്കറിയാം ഈ പോക്ക് മരണത്തിലേക്കാണെന്ന്. കാരണം ഈജിപ്തിൽ എന്ത് സംഭവിച്ചു, മിസ്രൈമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ തീർച്ചയായും മോശ ആരോട് പറഞ്ഞിട്ടുണ്ട്? സിപ്പോറയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു ദൗത്യം ഫലമേൽപ്പിച്ച് മോശയെ മിസ്രൈമിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സിപ്പോറ പറഞ്ഞു പോകാൻ പാടില്ല. എന്തുകൊണ്ട് പോകാൻ പാടില്ല? നിങ്ങൾ അവിടെ ചെന്നാൽ മരിക്കും. പക്ഷെ ദൈവം പറഞ്ഞല്ലേ പോകാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ഞാനും വരിക കൂടെ എന്ന് പറഞ്ഞ് കൂടെ വന്നു കഴിഞ്ഞിട്ട് ദൈവം സിപ്പോറയോട് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മോശയെ യഹോവ കൊല്ലാൻ പരിശ്രമിച്ചു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സിപ്പോറയോട് ദൈവം പറയാണ്, മോശ മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നുള്ളതാണോ നിന്റെ പേടി? ഒരു കാര്യം നീ മനസ്സിലാക്കണം,
മരിക്കണമെങ്കിൽ മിസ്രയീം വരെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. മോശയെ കൊല്ലണമെങ്കിൽ എനിക്ക് എവിടെ വെച്ച് തന്നെ കൊല്ലാം, ഇവിടെ വെച്ച് തന്നെ കൊല്ലാം. ഇതാണ് മോശയുടെ ഭാര്യയായ സിപ്പോറയോട് ദൈവം സംസാരിക്കുന്നതായ ലാംഗ്വേജ്. നമ്മുടെയൊക്കെ ചിന്ത മിഷൻ ഫീൽഡിൽ ചെന്നാലേ ചാകത്തുള്ളൂ. ചാകണമെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ ഇടി വെട്ടിയാലും ചാകും. ബ്രദറെ, അവിടെ പോകുന്നത് സൂക്ഷിച്ചു വേണം, അവിടെ നരഭോജികളാ എന്നൊക്കെ പറയാം. അവിടെ നരഭോജിയൊന്നുമില്ല. പക്ഷേ അപകടം എവിടെയും ഉണ്ടാകാം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് തടസ്സം പറഞ്ഞ് എന്ത് പറയാൻ പാടില്ല. അവിടെ ചെന്നാൽ അതുണ്ടാകും, വഴിയിൽ സിംഹമുണ്ട്, കടുവായുണ്ട്, പുലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചാകണമെങ്കിൽ ഇടി വെട്ടിയാലും ചാകും, പാമ്പ് കടിച്ചാലും ചാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ഒറീസയിലും ഛത്തീസ്ഗഡിലും ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ചാകണമെങ്കിൽ ഇവിടെ വെച്ചെങ്കിൽ ചാകാം. അപ്പൊ അതുകൊണ്ട് ദൈവം എവിടെങ്കിലും പോകാൻ ആരോടെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ. പോയില്ലെങ്കിലും ചാകണ്ടപ്പോ ചാകുമെന്നുള്ളത് ഓർത്തോണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.